Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. Shining star of Jesus. കൂകിപ്പാടും ഒരു പെണ്ണേ, തത്തി തത്തി പാറി നടക്കും തത്തമ്മ പെണ്ണേ, കുറുകുറുകിപ്പാടും തക്കച്ചിയമ്മേ, തുരുതുറവെയ്യുന്ന മഴയിൽ പാടി ആടിവാ. Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. The shining star of Jesus. Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. Shining star of Jesus. Johnny. അങ്ങനെ സക്കേവൂസ് എന്ന ചെറിയ മനുഷ്യൻ അന്യരെ ഉപദ്രവിച്ചുണ്ടാക്കിയ സമ്പത്ത് 4 ഇരട്ടിയായി തിരികെ കൊടുത്തപ്പോൾ വലിയ ഒരു മനുഷ്യനായി. അന്യരെ ഉപദ്രവിക്കാതെ ശാന്തിയിൽ ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അധ്വാനബലം അടിച്ചു മാറ്റല്ലേ ഡിയർ ബേർഡ്സ്. പഴം കഴിക്കരുതെന്ന് ദൈവം മനുഷ്യരോടാ പറഞ്ഞ, ഞങ്ങളോടല്ല. ജോബൻ പ്ലിങ്. ഞങ്ങളോട് കഴിക്കരുതെന്ന് ദൈവം പറഞ്ഞ ഒരു കാര്യം ഞങ്ങൾ കഴിച്ചിട്ടില്ല. ജോപ്പൻ വീണ്ടും പ്ലിങ്. പക്ഷിമൃഗാദികൾക്ക് മോഷണമില്ല ജോപ്പാ, അത് മനുഷ്യന് മാത്രം. അവർക്ക് മനസ്സാന്തരം ആവശ്യമില്ല. ആയിക്കോട്ടെ ബേർഡ് സിസ്റ്റേഴ്സ്, 2-3 പഴം കൊത്തിയിട്. ഇന്ന് മിക്കുവിനെ കണ്ടതേ ഇല്ലല്ലോ. ശരിയാ, എവിടാണോ? ഞാൻ സക്കേവോ സ്റ്റൈലിൽ മരത്തിൽ കയറട്ടെ? താഴേന്ന് മാനസാന്തരപ്പെട്ടാ മതി. ജോണി അറിഞ്ഞോ? എന്താ മിക്കു? നമ്മുടെ പൊടിക്കളം കൊമ്പൻ ആരോടും മിണ്ടാതെ പുഴക്കരയിലെ പനയുടെ ചുവട്ടിൽ നിൽക്കുന്നു. ഉറങ്ങുമായിരിക്കും. ഇല്ല, തേനീച്ചകൾ വട്ടം മറന്ന് ചോദിച്ചിട്ടും മിണ്ടുന്നില്ല. വാ, നമുക്ക് വേഗം പോയി നോക്കാം. നമുക്ക് പൊടിക്കളത്തിലെ കൗൺസിലിങ്ങിന് കൊണ്ടുപോവാ. എവിടെ കൊണ്ടുപോകും? മിടുക്കരായ 2 പേർ നമ്മുടെ കാട്ടിൽ വന്നിട്ടുണ്ട്. ആരാ അത്? ഡോക്ടർ സിയാലിസ് ഫ്രം USA, മ്യൂസിക് തെറാപ്പിസ്റ്റ്. പിന്നെ ഡോക്ടർ ക്രിയ ഫ്രം ന്യൂസിലാൻഡ്, കൗൺസിലർ.
ഓക്കെ, അപ്പൊ പൊടിക്കളം ഓക്കെ ആവും. എന്നാ വാ നമുക്ക് പോകാം. ആനയാശാന്റെ ആണി അടിച്ചു പോയല്ലേ? മിണ്ടണ്ട, നിന്നെ ചവിട്ടി കൂട്ടും. ഓ ഓക്കെ, എന്നെ ഒരു എലി പേടിപ്പിച്ചു. അന്നു മുതൽ മനസ്സിനൊരു വിറയൽ. അത്രേ ഉള്ളൂ. താങ്കളുടെ പേരെന്താണ്? എവിടെയാണ് വീട്? എന്താണെന്ന് കഴിച്ചത്? എന്തെങ്കിലും പറയൂ. പറ, ഏതെങ്കിലും മനുഷ്യനെ ഉപദ്രവിച്ചിട്ടുണ്ടോ? ഇന്നലെ രാത്രി ഞാൻ തീറ്റ തേടി പതിവ് പോലെ ഗ്രാമത്തിലേക്ക് ഇറങ്ങി. തലേ ദിവസം ഞാൻ പോയ വാഴത്തോട്ടം തന്നെയായിരുന്നു അത്. അയ്യോ, എന്റെ വാഴകൾ! ഇത്തവണയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ കടം വാങ്ങി ഉണ്ടാക്കിയ എന്റെ വാഴകൾ. അയ്യോ, ഞാൻ എന്ത് ചെയ്യും? ഞാൻ മരിക്കും. അയ്യോ, എന്റെ വാഴകൾ! ആ കരച്ചിൽ കേട്ടപ്പോ ഞാൻ ആകെ തകർന്നുപോയി. പാവം മനുഷ്യരോട് ഞാൻ ചെയ്ത ക്രൂരത ഇനി എനിക്ക് സന്തോഷമില്ല. സാരമില്ല, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി ആവർത്തിക്കാതിരുന്നാൽ തെറ്റു നമ്മുടെ ഗുരുവാവും. അനുഭവങ്ങളാണ് നമ്മെ ജീവിക്കാൻ പഠിപ്പിക്കുന്നത്. എന്റെ അനുഭവം ഞാൻ പറയാം. പറ. ദീർഘകാലത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ടായി. അവർ വളർന്ന് തൂവലുകൾ വെച്ചു തുടങ്ങി. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ ഒരു രാത്രി ഞങ്ങളുടെ കൺമുൻപിൽ വെച്ച് അവർ ഒലിച്ചുപോയി. കാലം കടന്നുപോയി. പിന്നെയും മുട്ടയിട്ട് ഞാൻ അടയിരുന്നു. പക്ഷേ അവിടെയും ഭാഗ്യം തുണച്ചില്ല. അതും ഞാൻ കണ്ടുനിന്ന് സഹിച്ചു. ഇതാണ് ജീവിതം. ദുഃഖകരമായ കാര്യങ്ങൾ ഉണ്ടായി എന്നതുകൊണ്ട് നമുക്ക് ജീവിക്കാതിരിക്കാൻ പറ്റുമോ? ബി ഹാപ്പി ആൻഡ് ചിയർഫുൾ. ആരെയും ഉപദ്രവിക്കാതെ നോവിക്കാതെ ജീവിക്കുക. ഓക്കെ? മനസ്സിന്റെ വിഷമം മാറ്റാൻ ഡോക്ടർ സിയാലിയ ഒരു മ്യൂസിക് തെറാപ്പി നടത്തും. അത് കഴിഞ്ഞിട്ട് പോയിക്കോളൂ. ഒത്തിരി നന്ദിയുണ്ട് മാഡം. പൂച്ചയാവോ അതോ പൂച്ച എലിയാവോ? ആരൊക്കെയോ ആരോ ആയി. അതാണ് ശരി, ആരൊക്കെയോ ആരോ ആയി. കൂട്ടുകാരെ കണ്ടോ? പൊടിക്കളം സക്കേവൂസിനെ പോലെയായി. ബട്ട് പൊടിക്കളത്തിന് നല്ല പൊക്കമാണല്ലോ. ഈശോ, ഇവന്റെ കാര്യം. ഒരാനയ്ക്ക് ഒരു പ്ലാവ്, കുറച്ച് വാഴ. അതാണ് എന്റെ പുതിയ പ്ലാൻ. ആരെയും വിഷമിപ്പിക്കില്ല, വഞ്ചിക്കില്ല. അതാണ് കൂട്ടരെ മാനസാന്തരം. ആരെയും ഉപദ്രവിക്കാതെ പറ്റിക്കാതെ അങ്ങനെ ജീവിക്കുക. വഞ്ചിച്ചെടുക്കാതെ. അധ്വാനിക്കുന്നവൻ രാത്രിയിലും ഉറക്കമുണ്ടല്ലോ. അതാണ് ഉറക്കം.